ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ അവതാരകർക്കിടയിലെ വ്യത്യസ്ത മുഖമാണ് റിട്ടയർഡ് അധ്യാപിക ബീന എ.വി. പ്രായമൊന്നിനും തടസ്സമല്ലെന്നും മുന്നേറാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിന് സാധിക്കുമെന്നും തെളിയിക്കുകയാണ് ഈ അധ്യാപിക. നമസ്കാരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കുന്ന ഒരു മേളയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രായം കൂടിയ ആങ്കർ, ഇത്തവണത്തെ ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രായം കൂടിയ ആങ്കർ എന്ന് പറയുന്നത് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഇതിലേക്ക് വന്നതിൻ്റെ കഥകൾ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ 26 പേരുള്ള ഒരു ടീമാണ് ആങ്കേഴ്സ് ഗ്രൂപ്പ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള പല പ്രായത്തിലുള്ള യങ്സ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അവരുടെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊരൊട്ടും ചലഞ്ചല്ല. കാരണം എന്താ വെച്ചാൽ പണ്ട് മുതലേ ഞാൻ ആ ഒരു പ്രായക്കാരായ ആൾക്കാരുടെ കൂടെ തന്നെയാണ് എല്ലാ വർക്ക്ഷോപ്പുകൾ ചെയ്യണതും എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അതുകൊണ്ട് എനിക്കതൊരു പുതുമയേ അല്ല. ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണെന്നോ ഞാൻ പ്രായമുള്ള ആളാണെന്നോ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ അവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ കണ്ടപ്പം എൻ്റെ ഏജ് ഊഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അതെനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എവിടെ പോയാലും, ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയാലും അല്ലെങ്കിൽ എന്തിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും അവർ ഏജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തെളിയിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു ആങ്കറിങ്ങിന്, IFFKയിലെ ആങ്കറിങ്ങിന് പ്രായം ഒരു പ്രശ്നമേ അല്ല, പ്രായം തടസ്സമേ ഇല്ല. നിങ്ങളതിൽ സ്പിരിറ്റ് ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. ഇനിയും എന്നെ പോലെയുള്ളവർ ഇതിലേക്ക് വരട്ടെ. ശബ്ദത്തിന് പ്രായമില്ല. പലതരത്തിലുള്ള ശബ്ദം നമുക്ക് ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ആ ശബ്ദത്തിന് പ്രായമാവുന്നില്ല ഒരിക്കലും. അതുപോലെ സൗന്ദര്യത്തിനും പ്രായമാവുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഇതിലേക്ക് അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, എത്രമാത്രം നമ്മൾ ആത്മവിശ്വാസമുള്ള ആളാണോ അതിനനുസരിച്ച് നമ്മൾ ഹോംവർക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കലാരംഗത്തുള്ള ഇത്തരം ജോലികൾ, ആങ്കറിങ്, കമ്പയറിങ്, അതുപോലെ അനൗൺസിങ്, അതേപോലെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ. വളരെ സന്തോഷം.